ഹലോ വെൽക്കം ടു സിന്ധുജാസ് ഡെയിലി ഡാസിൽ ആൻഡ് സിന്ധുജാസ് ലഞ്ച് വ്ളോഗ്. അപ്പോൾ സിന്ധുജയുടെ 31ാമത്തെ മെയ്യുടെ ലഞ്ച് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ നിൽക്കുന്നത് നമ്മുടെ ബേക്കേഴ്സ് ആർച്ചിലാണ്. സോ ബേക്കേഴ്സ് ആർച്ചിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് സൂര്യപ്രകാശം കടക്കുന്നൊരു ഷീറ്റ് ഇട്ട സ്ഥലത്തിലാണ് ആഹാരം കഴിക്കേണ്ടത്. പുറത്ത് നല്ല വെയിലാണ് കേട്ടോ. ഒരുമാതിരി സൺലൈറ്റ് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് പോലെയാണ് വരുന്നത്. ഇതാണ് അവരുടെ മെനു. നമുക്ക് സ്കാൻ ചെയ്ത് മെനു വരുത്താം. സ്കാനിങ് കോഡ് അവർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. സോ ഞാൻ നോക്കിയപ്പോൾ ഞാനിതിൽ ഒരു ഡിഷ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ബീഫിൻ്റെ ഒരു ചങ്ക് ലവർ ആയതുകൊണ്ട് ബീഫിൻ്റെ ഒരു ഡിഷാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഓക്കെ, ഞാൻ ഓർഡർ ചെയ്ത ഐറ്റം ശ്രീലങ്കൻ ബീഫ് ടാക്കോസ് ആണ്. മെക്സിക്കൻ സോൾട്ട് പൊട്ടറ്റോ സൈലൻസ് ബീഫ് റൈസ് അവിടെ ചോപ്സ് ആൻഡ് ടാക്കോസ് ചില്ലി കൊറിയാൻഡർ ഓണിയൻ ടൊമാറ്റോ റെഡിഷ് ചീസ് സോസ്. അതാണ് ഞാൻ ഓർഡർ ചെയ്തത്. ട്രൈ ചെയ്യാം, നോക്കട്ടെ സാധനം വരുമ്പോൾ. ഇതിനകത്തോട്ട് മാറി. സോ നമ്മുടെ ശ്രീലങ്കൻ ബീഫ് ടാക്കോസ് എത്തിക്കഴിഞ്ഞു. നമുക്ക് ഞം 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 തിന്നാം. അതിനകത്തുള്ള സ്റ്റഫിങ് ഭയങ്കര ഓവർലോഡഡ് പോലെ ആയിട്ട് എനിക്ക് തോന്നി. ഞാൻ കഴിച്ചപ്പോഴൊരു ബീഫ് ഇങ്ങ് ചാടിപ്പോയി താഴോട്ട്, നിങ്ങൾക്ക് കാണാം. പക്ഷെ ചീസൊക്കെ വെച്ച് അതിൻ്റെ 2 എണ്ണം തിന്നുമ്പോഴേ നമുക്ക് വയറ് ഫുള്ളാവും കേട്ടോ. ഇതവരുടെ ഒരു മിനി ബാറാണ് കേട്ടോ. അതിനകത്ത് തന്നെ ആവശ്യമുള്ള സാധനങ്ങൾ നമുക്കിവിടെ കിട്ടും ഓർഡർ ചെയ്താൽ. അങ്ങനെ ബേക്കേഴ്സ് ആർച്ചിൻ്റെ വാഷ്റൂമിലാണ് ഞാൻ നിൽക്കുന്നത്. നല്ല വൃത്തിയുള്ള വേറെ ഒരു ലോകത്ത് വന്നൊരു ഫീലും വൈബുമാണ്. ഇതാണ് അവരുടെ വാഷ്റൂം, ലേഡീസിൻ്റെ ബാത്റൂം. അകത്ത് ഒരുപാട് ക്യാബിൻസ് ഉണ്ട്. പക്ഷെ പുറത്തുള്ള പ്രശ്നം രാവിലെ 11 തുറക്കുന്നത്. 11 തൊട്ട് 1 മണി വരെ 2, 3 മണി വരെ ഭയങ്കര വെയിലായിരിക്കും. ഞാൻ കാണിച്ചിട്ട് എൻ്റെ ഷീറ്റ്. സോ അകത്ത് കഴിയുന്നത് ഇരിക്കാൻ നോക്കുക. രാത്രി ഇത് സെറ്റ്. എൻ്റെ ബാക്കിൽ നോക്കിക്കോ, എൻ്റെ മേളിലൊരു വൈറ്റ് ട്രാൻസ്പെറൻറ്റ് സൂര്യപ്രകാശം കടത്തി വിടുന്ന ഷീറ്റ്. അതിൻ്റെ അടിയിൽ ഇവർ ഇരിക്കാൻ സ്ഥലങ്ങൾ വെച്ചിട്ടുണ്ട്. ചില കപ്പിൾസൊക്കെ വന്ന് അന്ധമായിട്ട് അവിടെ ഇരിക്കുന്നത്. വെയിലത്ത് എങ്ങനെ അവരവിടെ ടാനിങ് സഹിച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അകത്തും ഇരിക്കാൻ ഓപ്ഷനുണ്ട്. അങ്ങനെ നമ്മുടെ തീറ്റ കഴിഞ്ഞു, ബില്ലൊക്കെ പേ ചെയ്ത് നമ്മൾ പുറത്തിറങ്ങണം. ബേക്കേഴ്സ് ആർച്ചിൻ്റെ ഒരു ഫൗണ്ടൻ ഉണ്ട്. ബേക്കേഴ്സ് ആർച്ചിൻ്റെ ആംബിയൻസ് കൊള്ളാം, ഒരു എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ഇതുപോലെ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ രാത്രി വരുവാണെങ്കിൽ നമുക്ക് ആ ഷീറ്റിൻ്റെ താഴെ ഇരിക്കാൻ സീനില്ല, കാരണം സൺലൈറ്റും പ്രശ്നങ്ങളും ഒന്നും ഇല്ലല്ലോ. സോ ഇനി അടുത്ത് എനിക്ക് 31 മെയ്യുടെ ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിഞ്ഞ് എനിക്ക് വൈകിട്ട് പ്രോഗ്രാമുണ്ട് കുച്ചിപ്പുടി മോനയുടെ. സോ അതിൻ്റെ ഒഴുക്കത്തിനായിട്ട് ഞാൻ നമ്മുടെ അക്കോമഡേഷനിലേക്ക് പോവുകയാണ്. സോ അവിടെ എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ടാവും, ഫോട്ടോഗ്രാഫേഴ്സും. സോ ആ വ്ളോഗ് അടുത്തതിൽ ഞാൻ ഇടാം. സോ ഇതാണ് ബേക്കേഴ്സ് ആർച്ചിൻ്റെ ആ ഒരു ചുറ്റുപാടും കാര്യങ്ങളും. ഫോട്ടോഷൂട്ടിനും കണ്ടൻസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. അവിടെ മൊത്തം തിരക്കാണ്. 11 മണിക്ക് തുറന്നാലും കപ്പിൾസും അങ്ങനെയുള്ളവരുടെ തിരക്കാണ്. പിന്നെ ഏതെങ്കിലും ടൈം ഫ്രീ ആവുന്ന സമയം നമുക്ക് കണ്ടൻസോ പിക്ചേഴ്സോ ഒക്കെ നമുക്ക് അങ്ങനെ എടുക്കാം. സോ പിന്നെ അത്യാവശ്യം കോസ്റ്റ്ലിയാണ് ബേക്കേഴ്സ് ആർച്ച്. ഇപ്പോൾ എല്ലാവരെയും കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ എന്നാലും മന്ത്ലി വൺസ് ഒക്കെ ഒരാൾക്ക്, ഒരു ആവറേജ് ഫാമിലിക്കാർക്കും വന്നത് അവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാമെന്നാണ് എൻ്റെ ഒരു സജഷൻ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വ്ളോഗ്.